നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കാസർഗോഡ് ഒരു മതഭ്രാന്തൻ കത്തിച്ചിട്ട് 2 ദിനം പിന്നിടുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ സാംസ്കാരിക നായകരോ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്നത് ഖേദകരമാണ്. ഹലാൽ വിവാദമുണ്ടായപ്പോൾ ഹലാൽ എന്നാൽ നല്ലത് എന്ന് പറഞ്ഞ് ഒരു സമുദായത്തിന്റെ രക്ഷയ്ക്കെത്തിയ മുഖ്യമന്ത്രിയും, പാലാപിതാവ് ലഹരി ഭീകരതയെക്കുറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോൾ ഇവിടെ മതസൗഹാർദ്ദം തകരുന്നേ എന്ന് പറഞ്ഞ് ഉറഞ്ഞുതുള്ളിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ സീനിലേ ഇല്ല. ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചിരിക്കുന്നു. എന്നാൽ ക്രൈസ്തവരെ തന്നെ കത്തിച്ചാലും ക്രൈസ്തവരുടെ തല അറുത്താലും ഈ പറയുന്ന സാംസ്കാരിക നായകരോ മുഖ്യമന്ത്രിയോ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ മുസ്തഫ എന്ന മതഭ്രാന്തൻ വേണ്ടി വന്നു എന്നത് തികച്ചും വിരോധാഭാസമാണ്. കേരള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പുൽക്കൂട്ടിൽ നിന്ന് രൂപങ്ങൾ എടുത്തു മാറ്റി നശിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥമായ ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ മതഭ്രാന്ത് മൂത്ത് കത്തിച്ചു കളഞ്ഞിട്ടുണ്ടോ? പീക്കിരി പിള്ളേര് കുന്തിരിക്കം കയ്യിൽ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെല്ലാം നടന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഭാവിയിൽ ക്രൈസ്തവർ എന്ത് സംസാരിക്കണം, എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം എന്നത് ഒരു കൂട്ടർ തീരുമാനിക്കാൻ പോകുന്ന കാലം അതിവിദൂരമല്ല. എല്ലാ പ്രേക്ഷകർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ ഇന്ന് നമ്മൾ സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്, എനിക്ക് തോന്നുന്നു ഈ ഒരു വിവാദം ഉണ്ടായപ്പോൾ കേരള സഭയിൽ തന്നെ ആദ്യമായി അതിനെതിരെ ശക്തമായി ധീരതയോടെ പ്രതികരിച്ച വൈദികനാണ് അങ്ങ്. ഒരു മുസ്തഫ, ആ വ്യക്തി ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കത്തിച്ചിരിക്കുന്നു. ഒരു മനോരോഗി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇത്തരത്തിൽ മതഭ്രാന്ത് മൂത്ത എത്രയെത്ര മുസ്തഫമാർ കേരളത്തിലുണ്ട് ഫാദർ ടോം ഒലിക്കരോട്? ജോർജി, താങ്ക് യു. ഇതില് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തെ അല്ലെങ്കിൽ മതേതരമായ ഒരു അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന ഓരോ ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയും. ഇതിനു മുൻപ് തന്നെ ഈ ചെറുപ്പക്കാരന്റെ തന്നെ വളരെ അപക്വമായ പ്രവൃത്തി, പുൽക്കൂട്ടിൽ നിന്ന് രൂപങ്ങൾ എടുത്തുകൊണ്ട് കളയുന്ന അപക്വമായ പ്രവൃത്തി. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെ ഒരു മനോരോഗിയുടെ ഒരു പ്രവൃത്തിയാണ്, അതിന് നമ്മൾ എന്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എന്നോട് തന്നെ ചോദിച്ച ആളുകളുണ്ട്. അതായത് നമ്മൾ മുസ്തഫയുടെ ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി അല്ല നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ജോർജ്, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പൊതുസമൂഹത്തിൽ ക്രൈസ്തവർ ഇത്രയും കാലം നമ്മളൊന്നും മിണ്ടുന്നില്ല. നമ്മൾക്ക് പലപ്പോഴും പ്രതികരിക്കുന്നത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ക്ഷമയുടെ ഒരു രൂപം തന്നെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് ക്രൈസ്തവർ ക്ഷമാശീലത്തിനെതിരൊന്നും അല്ല കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെ വർഗീയവാദികളാക്കി, അതല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ പദമായ ക്രിസംഗികളാക്കി നമ്മളെ മിണ്ടാതിരുത്താം. ഇതൊക്കെ ഒരു ശ്രമമാണ്. അത് പേടിച്ച് ഇന്ന് ക്രിസ്ത്യാനികൾ പൊതുവെ ഒന്നും മിണ്ടില്ല. പക്ഷേ കാരണമില്ലാതെ കരണത്തടിച്ചവനോട് നീ എന്തുകൊണ്ട് എന്നെ അടിച്ചു എന്ന് ചോദിച്ച നസറായനായ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ചുറ്റുപാട് നടക്കുന്ന തിന്മകളോടും നമ്മുടെ വിശ്വാസത്തിനും മറ്റേതു മതത്തിനും ഒപ്പം തുല്യതയോടെ ജീവിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളോടും കാണിക്കുന്ന അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ, അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് കടമയുണ്ട്. അതൊരു വിശ്വാസിയുടെ ബാധ്യതയും കൂടിയാണ്.
അപ്പോൾ ഇവിടെ ഈ മുസ്തഫയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും മത തീവ്രവാദത്തിന്റെയും ഒരു വിളവെടുപ്പാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അരിയും മലരുംകാരന്റെ വിഷയം ചർച്ച ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ആ കുട്ടിയുടെ പിറകിൽ തോളത്തെടുത്ത് വെച്ച് ഈ കുഞ്ഞുവായിൽ കൊള്ളാത്ത മുദ്രാവാക്യം വിളിപ്പിച്ചു കൊടുത്ത ആളുകൾ ഇന്നും സുരക്ഷിതരായ സമൂഹത്തിലുണ്ട്. അവരാരാണെന്ന് പോലും ഈ നിയമ സംവിധാനം കണ്ടെത്തിയതായിട്ട് എന്റെ അറിവിലില്ല. ഇതിനു മുമ്പത്തെ മുസ്തഫ ഇതെടുത്തുകൊണ്ട് കളഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ കൂടിപ്പോയാൽ ഒരു ചാനൽ ചർച്ച നടത്തും നമ്മൾ, അതല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു മെഴുതിരി കത്തിച്ച് ഒരു മൗന ജാഥ നടത്തും, പ്രസ്താവന ഇറക്കും, പ്രസ് റിലീസ് ഇറക്കും. പിന്നെ പ്രസ് റിലീസ് അടക്കി നമ്മുടെ അഗാധമായ ഞെടുക്കം നമ്മൾ രേഖപ്പെടുത്തും. ഇതിലപ്പുറം ഇതിൽ നിന്ന് നമ്മുടെ സമൂഹം ഒരുമിക്കേണ്ടതോ പഠിക്കേണ്ട പാഠങ്ങളോ എന്ത് പഠിക്കുന്നു എന്നുള്ളതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തീവ്രവാദത്തിന്റെ വർഗീയവാദത്തിന്റെ വിളവെടുപ്പ് കാലമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതൊക്കെ ടെക്സ്റ്റ് ഡോസുകളാണ്. ജോസഫ് സാറിന്റെ കൈവെട്ടിയത് ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ലല്ലോ. അതിനുശേഷം അന്ന് നമ്മളൊക്കെ മിണ്ടാതിരുന്നു, പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാതിരുന്നു, ഒരു സമുദായം എന്ന നിലയിൽ ഒരുമിച്ച് കൂടാതിരുന്നു. അന്ന് നമ്മൾ മതേതര വിശാല ഹൃദയരാകാനും ആ പട്ടം മേടിക്കാനുമുള്ള തത്രപ്പാടിലുമായിരുന്നു. പക്ഷേ അനീതികളെയും അതിക്രമങ്ങളെയും നമ്മൾ എത്ര നാൾ നിശബ്ദതയിൽ വിശാല ഹൃദയം പറഞ്ഞ് നമ്മൾ സഹിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന നമ്മുടെ മതേതര വിശാല ഹൃദയം നമ്മുടെ ഉള്ളിലെ പേടിയിൽ നിന്നുണ്ടാവുന്ന, പ്രതികരിക്കാൻ പേടിയാണ്, ഇത് തെറ്റാണെന്ന് പറയാൻ ക്രൈസ്തവ സമൂഹത്തിന് ഭയമാണ്, ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത വിധം അന്തഛിദ്രങ്ങളാൽ നമ്മുടെ സമൂഹം ശിഥിലമാണ്. അതുകൊണ്ട് നമുക്ക് തിന്മയോട് പ്രതികരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ബലം നമുക്കില്ലാതെ പോയി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ, തീവ്രവാദം അല്ലെങ്കിൽ വർഗീയത അങ്ങേയറ്റം ഈ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഞാൻ വിചാരിക്കുന്നു ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇനി ഇങ്ങനെയുള്ള തീവ്ര ചിന്തകൾ വിരിയിക്കുന്ന നഴ്സറികൾ അനേകമുണ്ട്. ഞാൻ ഈ ക്രിസ്മസ് കാലത്ത് കണ്ട ഒരു വാട്സപ്പിലെ ഒരു വീഡിയോ ക്ലിപ്പ്. ഒരു കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ ഒരു 5-നും 7-നും ഒക്കെ ഇടയ്ക്കുള്ള കുറച്ച്, അതിൽ 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള കുട്ടികൾ, കുറച്ച് കുഞ്ഞു കുട്ടികൾ, അതിലൊരു കുഞ്ഞു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തി ചോദിക്കുകയാണ്, ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയാണോ? അപ്പൊ ഒരിക്കലും ശരിയല്ല. അപ്പൊ എന്നിട്ട് ആ കുട്ടികളൊക്കെ ഇങ്ങനെ കൈയെല്ലാം ചൂണ്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ അവരുടെ ആ നിൽപ്പും നിലപാടും കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇവർ ബൈബിൾ മാത്രമല്ല ഇതര മതസ്ഥരെ ഒക്കെ കത്തിക്കാൻ തക്ക വിധം പാകപ്പെട്ടു വരികയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. നമുക്ക് ഒരു മത വിഭാഗം എന്ന നിലയിൽ സഹോദര ബുദ്ധിയ, നിങ്ങൾ ഈ ചെയ്യുന്നത് അപക്വതയാണ്, ഇത് നമ്മുടെ നാടിന്റെ എല്ലാ സാംസ്കാരികമായ നേട്ടങ്ങളെയും തകർക്കുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ മതപരമായ തീവ്ര നിലപാടിലേക്ക് പോകരുത്. നമുക്കിങ്ങനെ പറയാനേ പറ്റൂ. ശക്തമായ നിയമ സംവിധാനങ്ങൾ എടുക്കേണ്ട ഭരണകൂടങ്ങൾ വെറും ആളെണ്ണം നോക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് നിലപാടുകളില്ലാതെ മാറിപ്പോയതിന്റെ പരിണിത ഫലമാണ് കേരളത്തിലെ ഇന്നത്തെ ഈ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഉണരേണ്ടത് ഒരു ഭരണകൂടമാണ്. അതുപോലെ തന്നെ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളെ അന്ധമായി പിന്തുണയ്ക്കുന്ന പ്രവണതയിൽ നിന്ന് ക്രിസ്ത്യാനി ഒന്ന് ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് അവർ ബൈബിള് കത്തിക്കുന്നു, നാളെ അവർ പുൽക്കൂടുകൾ തകർക്കുന്നു. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ആരെയായിരിക്കും അവർ തേടി വരുന്നത്? അങ്ങനെ ഒരു കാലം ഉണ്ടാവാതിരിക്കാൻ ഇപ്പോഴേ ഒരു ജാഗ്രത നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവണം, ക്രൈസ്തവർക്കുണ്ടാവണം. അങ്ങനെ ഒരു കെട്ടകാലത്തിലേക്ക് ഈ കേരള സമൂഹം വീണു പോവാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുണ്ടാവും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ച സംഘപരിവാറിനെ കുറ്റപ്പെടുത്തി 478 ആക്രമണങ്ങൾ ക്രിസ്ത്യാനിക്കെതിരെ ഇന്ത്യയിൽ ഉണ്ടായി, പരിവാർ സംഘം. സത്യമാണ്, ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളത് വളരെ കൃത്യമായി ആ വിഷയങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭരണത്തലവൻ നിന്ദകളെ കുറിച്ച് എന്താണ് പ്രതികരിക്കാത്തത്? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കർശനമായ നടപടികൾ സ്വീകരിക്കാത്തത്? അതിന്റെ പിറകിലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് കണ്ടെത്തി കൃത്യമായി ഈ നാടിന്റെ മതേതര സ്വഭാവം നിലനിർത്താൻ ശ്രമിക്കാതെ പോകുന്നത്? അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതേതും ഇടതും വലതും ഒക്കെ ഉള്ളത് അവരുടെ ലക്ഷ്യം വോട്ടാണ്. വോട്ട് മാത്രമായതുകൊണ്ടാണ്
നമ്മുടെ നാടിങ്ങനെ അതിന്റെ വിശുദ്ധമായ മതേതര ഭാവത്തിൽ, സമഭാവനയിൽ നിന്ന് നാൾക്ക് നാൾ വർഗീയതയുടെ സങ്കുചിത ഭാവങ്ങളിലേക്ക്, സ്പർദ്ധയുടെ ഭാവങ്ങളിലേക്ക് മാറിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ടൊരു ജാഗ്രത നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഭരണ രാഷ്ട്രീയ നിർബന്ധമായിട്ടും അനിവാര്യമായ കാലഘട്ടമാണ് ഇതെന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഓക്കെ, വളരെ നന്നായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അങ്ങയുടെ ഒരു 2 ചോദ്യം. ആദ്യത്തെ ചോദ്യം ഒരു ഉപചോദ്യമാണ്. ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് കത്തിക്കപ്പെട്ടത്. ഇത് മറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മറിച്ചായിരുന്നെങ്കിൽ ഈ ഒരു പ്രബല സമുദായത്തിന്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ ഒരു പ്രബല സമുദായത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഏതെങ്കിലും ഒരു മത തീവ്രവാദി കത്തിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ, പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള മറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ, ഒപ്പം തന്നെ ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ, നമ്മുടെ കേരളത്തിലെ ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ, ഈ വലിയ രീതിയിൽ ഒരു എത്തിക്സ് ഒക്കെ പറയുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും? അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ജോർജ്, ആദ്യമേ തന്നെ മുസ്തഫ എന്ന് പറയപ്പെടുന്ന യുവാവ് നടത്തിയ ഈ ആക്രമണത്തെ വ്യക്തിപരമായും, ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ വ്യക്തിപരമായും, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അപലപിക്കുകയാണ്. ജോർജ് ചോദിച്ച ചോദ്യം ഇന്ന് പൊതുസമൂഹം മുഴുവൻ അവരുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇത് കുറച്ചും കൂടെ തെളിച്ചു പറഞ്ഞാൽ, ഈ ബൈബിളിന് പകരം ഒരു ഖുറാൻ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഖുറാൻ മാത്രമല്ല, ഒരു അറബിയുടെ ഒരു തുണ്ടുപേപ്പർ ആയിരുന്നെങ്കിൽ പോലും, ഏതെങ്കിലും അറബി രാജ്യങ്ങളിലെ ഒരു പത്രത്തിന്റെ തുണ്ടുപേപ്പർ ആയിരുന്നെങ്കിൽ പോലും ഈ സംസ്ഥാനം കത്തിയേനെ. കാരണം അതിനകത്ത് എഴുതിയേക്കുന്ന എന്താണെന്ന് ഇവിടെ വായിക്കാൻ അറിയത്തില്ല, അറബിയെന്നറിയാം. അത്ര ഭീകരമായ ഒരു അവസ്ഥ ഈ നാട്ടില്, ഈ നാട് കത്തിയേനെ. നമുക്കതറിയാവുന്ന ഒരു കാര്യമാണ്. ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറിയനെ. ഇവിടെ ഈ മുസ്ലിം സമുദായത്തിലെ ഒരു നല്ല വിഭാഗം ആളുകളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഭൂരിപക്ഷ തീവ്ര നിലപാടുകാര് നടത്തുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ മൂലം വേദനിക്കുന്ന അതേ സമുദായത്തിലെ എല്ലാ വിശ്വാസികളോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കൂടെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എന്തുകൊണ്ട് മുസ്ലിം സംഘടനകൾ ഇതിനകത്ത് നിശബ്ദത പാലിക്കുന്നു? ഇവിടെ ഒരു സംഘടിതമായ ആക്രമണമല്ല, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെങ്കിൽ എവിടെ പോയി സമസ്ത? എവിടെ പോയി മുസ്ലിം ലീഗ്? തികഞ്ഞ മതേതരവാദിയായ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ എവിടെ പോയി? മുനീർ എവിടെ പോയി? മുഹമ്മദ് ബഷീർ എവിടെ പോയി? ലീഗിന്റെ മതേതര പാർട്ടിയായ ലീഗിന്റെ നേതാക്കന്മാർ എവിടെ പോയി? മറ്റ് ഇസ്ലാമിക സംഘടനകൾ എവിടെ? ഇവരുടെ നിശബ്ദതയാണ് ഈ കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസികളും അതോടൊപ്പം മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വിശ്വാസികളും ചിന്തിക്കുന്നത് ഇത് തീവ്ര നിലപാടുകാരുടെ ഒരു തീവ്രവാദ ആക്രമണമാണ്. ഭരണകൂടം മുന്നോട്ട് വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം ക്രൈസ്തവ വിശ്വാസികളെല്ലാം കൂടെ നാളെ ബോംബും വടിയും വളും ഒക്കെ ആയിട്ട് വന്ന് ഇതിനെ എതിർക്കും. അപ്പോൾ തിരിച്ചെടുക്കാം, കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി മാറ്റിയെടുക്കാം എന്നുള്ള തീവ്ര നിലപാടുകാരുടെ, തീവ്രവാദികളുടെ ആഗ്രഹത്തെയാണ് ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ സംയമനം കൊണ്ടും ആത്മസംയമനം കൊണ്ട് വിഴിഞ്ഞ സമരത്തിലും പ്രയോഗിച്ചത്. അവിടെയും ഒരു വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ആ തീരദേശത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാമെന്ന് തീവ്രവാദികള് നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് തങ്ങളുടെ സമൂഹത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാവൂ എന്ന് അറിഞ്ഞിട്ടും ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മത്സ്യത്തൊഴിലാളികളെയും ആ വിശ്വാസ സമൂഹത്തെയും മുഴുവൻ പ്രേരിപ്പിച്ചു. ഇതൊരു സംഘടിത ആക്രമണമാണ്. ജോസഫ് സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേരിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ നാടാ. ഒരു കാർട്ടൂണിന്റെ പേരിൽ അനേകരെ കഴുത്ത് വെട്ടിയ നാടാ. ഒരു പുസ്തകത്തിന്റെ പേരിൽ ഇവിടുന്ന് ലോക പ്രശസ്ത എഴുത്തുകാർ പോലും ഓടിപ്പോകാൻ വിധിക്കപ്പെട്ട നാടാ. ഒപ്പം തന്നെ നുപൂർ ശർമ്മയുടെ വിഷയം നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ വിഷയങ്ങൾ നമുക്കറിയാം. ചെറിയ
അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു തുണ്ട് പേപ്പറിന്റെ പേരിലാണെങ്കിൽ പോലും കഴുത്തു പോകുന്ന നാട്. അത്രമാത്രം വർഗീയത ഇതിന്റെ ഇവിടെ വളർന്നു വരിക. ഇതിനടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഒരു പരിഹാര മാർഗം ഇതാ. ജോർജ് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടുത്തെ മദ്രസ പഠനങ്ങൾ പൂർണ്ണമായി ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് വരണം. അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ മദ്രസ വിദ്യാഭ്യാസത്തിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന മതതീവ്രവാദവും മതഭ്രാന്തും, പ്രത്യേകിച്ചും കാഫിറുകളോട്, മറ്റു മതവിശ്വാസികളോട് എങ്ങനെ നിങ്ങൾ വിദ്വേഷപൂർവം പെരുമാറണമെന്ന്, സ്നേഹപൂർവ്വമല്ല വിദ്വേഷപൂർവം പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന സിലബസുകൾ പിൻവലിച്ച് നമ്മുടെ ഈ കേരളത്തിലെ സാമാന്യ ഭൂരിപക്ഷം നികുതിദായകരുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ വിദ്യാഭ്യാസമാണ് ഈ മുസ്തഫയെ പോലെയുള്ളവരെ തീവ്രവാദികളാക്കി മാറ്റുന്നത്. അതോടൊപ്പം തന്നെ 2 DGP-മാരെ നിരോധിക്കാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിന്റെ പുസ്തകം. അവരുടെ ജിഹാദിന്റെ ഔദ്യോഗിക ഗ്രന്ഥം വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ. ആ പുസ്തകം നിരോധിക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അത് മരുമോഹനും അമ്മായിപ്പനും കൂടെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുക അവിടെ. അതിനെ നിരോധിക്കാൻ തയ്യാറാകണം. ഇത് മരുമോഹന്റെ അമ്മായിപ്പന്റെയും കൂടെയൊക്കെയുള്ള ഗൂഢമായ തന്ത്രമാണ്. കാരണം മരുമോഹൻ പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ അമ്മായിപ്പം പോകുന്നില്ല എന്നുള്ള ഭരണത്തിന്റെ പോക്ക് കാണുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അബ്ദുൾ റഹ്മാന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി. ജോർജ്, ഇതൊരു സംഘടിത ആക്രമണമാണ്, സംഘടിതമായ നീക്കമാണ്. നമ്മൾ ക്രൈസ്തവ സമൂഹം ഇവിടെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, നമ്മൾ ക്രൈസ്തവ സമൂഹം ഇവിടെ ഈ കേരളത്തിലും ഭാരതത്തിലും എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇവിടെ ഒരു തീവ്രവാദി ഈ ഒരു വിഭാഗം നടത്തുന്നു, കേന്ദ്രത്തില് മറ്റൊരു വിഭാഗം നമുക്കെതിരെ ആക്രമിക്കുന്നു. 2 രീതിയിലും ഇവിടെ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്, ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ്. 2 രീതിയിൽ നടക്കുന്നതും സംഘടിതമായ ആക്രമണങ്ങൾ തന്നെയാണ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു ദാരുണമായ സംഭവം, കേരളത്തിലെ മതേതര സങ്കല്പങ്ങൾക്ക് കരിനിൽ വീഴ്ത്തിയ ഈ ഒരു ദാരുണമായ സംഭവം നടന്നിട്ട് 2 ദിവസം പിന്നിടുന്നു. കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളിലെ ഒരു സ്ക്രോളിംഗിൽ പോലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് കഴിഞ്ഞ വർഷം, അതായത് 2021 സെപ്റ്റംബർ 8-ാം തീയതി പാലാപിതാവ് നടത്തിയ ആ ഒരു പ്രസംഗം, ലഹരി ഭീകരതയെക്കുറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം നടത്തിയ അന്തിചർച്ചയിലെ ഒരു ടാഗ്ലൈൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്: 8 നോമ്പിന്റെ ദുഷിപ്പുകൾ. അതിനെ തുടർന്ന് അവർ തന്നെ പല മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. നേരത്തെ ടോമച്ചൻ പറഞ്ഞ ഈ ക്രിസംഗി പദം പുതിയതായി സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വൈദികനുണ്ട്. ആ വൈദികന്റെ ഒരു പ്രസംഗം കേരളത്തിലെ ആ മാധ്യമത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു വൈദികന്റെ മുഴുനീള പ്രസംഗം ആ ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ കേരളത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ, അതിന്റെ പ്രതിസ്ഥാനത്ത് ഒരു പ്രത്യേക വിഭാഗം നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും ഈ ഡെസ്കുകളിലേക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും പരിമിതികൾ അവർ നേരിടുന്നുണ്ടോ? ടി ദേവപ്രസാദ്, ഇത് കുറെ കാലമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഡെസ്കിൽ എത്തിച്ചേരാത്തത് കൊണ്ടല്ല, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബോധപൂർവമായ തീരുമാനം എടുത്ത് മാറ്റിവെക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും വരാതിരിക്കുന്നത്. അതിന് ഇവിടെ ചർച്ചകളിൽ പങ്കെടുത്തവർ പറഞ്ഞതുപോലെ ഇതൊരു ഭ്രാന്തന്റെ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങളാണ്, അല്ലെങ്കിൽ അവന്റെ ചില പ്രവർത്തികളാണ് എന്നൊക്കെ പറഞ്ഞൊരു നല്ല ഒരു കളറിങ് ഒക്കെ കൊടുത്ത് അതങ്ങോട്ട് ഒതുക്കാൻ ശ്രമിക്കുക. അപ്പം അവർ ചെയ്തതിനകത്ത്, അങ്ങനെ വാർത്തകൾ തമസ്കരിച്ചതിനകത്ത് അവർക്ക് ഒരു ന്യായീകരണം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ജൂൺ 21-ാം തീയതി ഡെൻമാർക്കിൽ ടർക്കി എംബസിക്ക് മുമ്പിൽ ഒരു ഖുറാൻ കത്തിച്ചു അവിടുത്തെ തീവ്രവാദികൾ. അതിനെതിരെ പ്രൊട്ടസ്റ്റ് ആയിട്ട്, അതിനെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിലെ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളാണ്. അത് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം കൂടിയിട്ടാണ്. അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ ലണ്ടനിൽ നടന്നു, ഇറാഖിൽ നടന്നു, പിന്നെ പാകിസ്ഥാൻ റാവൽപിണ്ടിയിൽ നടന്നു, പിന്നെ ബംഗ്ലാദേശിൽ നടന്നു. ഇങ്ങനെ മുസ്ലിമുകൾ ഒത്തിരി സ്ഥലത്ത് അതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് നടന്നതെന്ന് കൂടി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ ഇദ്ദേഹം മുഹമ്മദ് ഖുറാൻ കത്തിച്ചതെന്ന് കൂടി ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബൈബിൾ കത്തിച്ചെന്നൊന്നിരിക്കും. അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു
ആഗോള തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലാതെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന, കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമായിട്ട് ഇത് ഒതുങ്ങുകയല്ല. അതിന്റെ അർത്ഥം NIA അടക്കമുള്ള പിന്നെ പ്രസ്ഥാനങ്ങൾ ഇതിലേക്ക് കടന്നു വരാനുള്ള എല്ലാം സാധ്യതയുണ്ടെന്നുള്ളത്. ഇപ്പൊ ഇത് ഒരു നമ്മൾ മുമ്പേ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ സൂചിപ്പിച്ച പോലെ ഇത് ഒരു ബൈബിളിന് പകരം, ബൈബിള് ക്രൈസ്തവരുടെ മാത്രമല്ല മതഗ്രന്ഥം, ബൈബിള് യഹൂദരുടെയും മതഗ്രന്ഥമാണ്. ഈ ബൈബിള് കത്തിച്ചതിന് ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥമായിരുന്നു, ഇപ്പൊ അത് ഖുറാനായാലും ഗീതയായാലും ഇവിടെ എന്താവുമായിരുന്നു സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉദാഹരണമാണ്. ജനുവരി 21 ഡാനിഷ് എംബസിയുടെ മുമ്പിൽ, ടർക്കി എംബസിയുടെ മുമ്പിൽ ഡാനിഷ് അവിടുത്തെ വലതുപക്ഷക്കാർ കത്തിച്ചതിന് ലോകം മുഴുവൻ ഉണ്ടായ ഒരു പ്രത്യാഘാതം. അപ്പൊ ഇത് ഇവിടെ അതിന് പ്രത്യേകത കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ബൈബിള് കത്തിച്ച് പ്രതിഷേധിച്ചു. ബാക്കിയുള്ളിടത്തൊക്കെ പ്രതിഷേധം, അവർ ഖുറാനൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന തീവ്രവാദ ബന്ധത്തിന്റെ കാര്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് യാതൊരു അറിവില്ല. എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി നമ്മുടെ പിന്നെ DGPമാര് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചാൽ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ എന്നാവോ ഇത് പെടുക എന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധയപ്പെടാൻ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജോലി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളെ ഇങ്ങനെ സമുദായത്തിന്റെ കാര്യം അല്ലെങ്കിൽ സഭയുടെ കാര്യമൊക്കെ പറയുന്നത് ക്രിസ്സംഖ്യകൾ എന്നിവരെ ചിത്രീകരിച്ച് നമ്മുടെ സഭയിൽ തന്നെയുള്ള ആൾക്കാരാണ് ആക്രമിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇതിനകത്ത് തന്നെ ഒരു വളരെ മനോഹരമായിട്ട് വളർന്നു കയറിയിട്ടുണ്ട്. ഇവർക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തും ഇങ്ങനെ ഒറ്റുകൊടുത്തവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള എന്താണെന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു നിസ്സാര സംഭവമായിട്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് ആപത്താണ് കരുതുന്നത്. പിന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ജോജി പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുള്ളിടത്തോളം കാലം, ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും ന്യൂനപക്ഷ അല്ല ക്രൈസ്തവരെ ഒന്നും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ആക്രമണങ്ങളുണ്ടാവും. ആക്രമണങ്ങൾക്കെതിരെ അതിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെതിരെ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു നീക്കം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഇപ്പം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നടക്കുന്ന സംഭവം NIA-യുടെ ഈ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചെന്തുകൊണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാർ അവര് ഇതിപ്പോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞതാണോ പോപ്പുലർ ഫ്രണ്ടിന് ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്നും ആ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന നാട്ടിൽ മുഴുവൻ റിപ്പോർട്ടർമാരുണ്ടെന്നും ഒക്കെ ഈ കേരള പോലീസും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേരള പോലീസ് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. അങ്ങനെയുള്ള ആളാണ് കയറി നിന്നുകൊണ്ട് ഭയങ്കരമായ മതേതരത്വത്തെക്കുറിച്ചും മതവിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ പ്രസംഗിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുക. ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കണ്ടിരിക്കുന്ന ഈ അബ്ദുൾ റഹ്മാന്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് ഇതിനകത്ത് ചർച്ച വന്നതാണ്. എങ്കിലും 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം ഒന്നിച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് ഇത് മുഖ്യമന്ത്രി എടുക്കണം, മുഖ്യമന്ത്രി ഒപ്പെടുക്കണം. എന്തിനാ മുഖ്യമന്ത്രി ഒപ്പെടുക്കുന്നത്? 2011 തുടങ്ങിയത് മുതൽ ഇതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മന്ത്രിയുടെ മാത്രം ഭരണത്തിലാണ്. അതിന്റെ ഉണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം വിവരിച്ചാണ് പറഞ്ഞത്. ഇതെല്ലാം അറിയുന്ന മുഖ്യമന്ത്രി തിരിച്ചു കൊടുത്തു. അപ്പം ഈ മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്, ഇവര് ഇടതുപക്ഷം മതേതരത്തെ കുറിച്ച് പറയുന്നതിനെ, കോൺഗ്രസ് മതേതരത്തെ കുറിച്ച് പറയുന്നതിനൊക്കെ എന്തുമാത്രം പൊരുളുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലാക്കണം. അത് ആൾക്കാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീവ്രവാദത്തിന്റെ ലൈനിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള മാർഗം എന്താണ്? നമുക്ക് ആശയപരമായി നേരിടാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഒരു സംഘടിതമായ ഒരു ശക്തിയായ സമൂഹത്തിന് നിൽക്കാൻ സാധിക്കും. അതിലേക്ക് വരേണ്ടി വരും. ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം പിന്നെ ഇതില് ജസ്റ്റിൻ സൂചിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് അത് അബ്ദുൾ റഹ്മാൻ അല്ലേ, ഇത് ഒരു വർഗീയമായിട്ട് അവര് ദേശദ്രോഹികളാണ്, അവർ വർഗീയവരാണ് എന്നെല്ലാം പ്രസംഗിച്ച അബ്ദുൾ റഹ്മാനാണ്. അബ്ദുൾ റഹ്മാനാണ് ഇപ്പൊ ന്യൂനപക്ഷത്തിന്റെ ക്ഷേമം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഈ അച്ഛൻ തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പേരിനകത്ത് തന്നെ വർഗീയത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ഇപ്പം അന്താരാഷ്ട്ര ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അബ്ദുൾ റഹ്മാൻ മാക്കിയെ കുറിച്ച് നമ്മൾ വായിച്ചു. അതല്ലെങ്കിൽ പോലും അപ്പൊ ഈ പറഞ്ഞ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാധ്യമങ്ങൾ. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവര് തീവ്രവാദികൾ എന്ന് വിളിച്ചു ഈ അച്ഛന്മാരെ. ഈ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ, രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്ന രാജ്യദ്രോഹികളാണ്. ഇനി ഇതിനകത്തൊരു വലിയ അപകടം ഈ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താ, കേരളത്തിൽ നടക്കുന്ന ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്ത്യയെ മുഴുവൻ അവരെ അടിച്ചമർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. UP എന്താണ് യോഗി ആദിത്യനാഥ് ചോദിച്ചത്? കേരളം പോലെ ആകണോ? കേരളം പോലെ ആകണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതും കൂടി ഒരു പ്രസക്തിയാണ്. ബൈബിള് കത്തിച്ചു നാളെ അവിടെ കത്തിക്കാൻ പോകുന്നത് ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ, ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതിലും, ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ വടക്കേ ഇന്ത്യ കത്തിച്ചാലും ഇവിടെ കത്തിച്ചാലും ഒക്കെ ചെയ്യരുതെന്ന് പറയാൻ, അത് കൂടുതലൊന്നും ചെയ്യത്തില്ല, ചെയ്യാൻ പാടില്ല.
പക്ഷേ അങ്ങനെ പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് നിന്ന് പദവി വേണ്ടവര്, സ്ഥാനങ്ങൾ വേണ്ടവര്, അല്ലെങ്കിൽ അംഗീകാരം വേണ്ടവര്, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടവർ, ഇവരൊക്കെ അതിനകത്ത് ഒരു ന്യായീകരണം കണ്ടെത്താനും ഒക്കെ പിന്നെ ഇടപെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് ആക്രമണങ്ങളുണ്ട്. നമ്മുടെ വിശുദ്ധ വസ്തുക്കളെ അകത്തുനിന്നും പുറത്തു നിന്നുള്ളൊരു നിന്ദിക്കുന്നതും അനാദരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അല്ല, ഒരു സാധാരണ വിശ്വാസി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വല്ലാത്ത ഒരു 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 പ്രതിസന്ധിയിലാണ്. അകത്തു നിന്നുള്ളവർ നിന്ദിക്കുന്നു. ഞാൻ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നില്ല, പുറത്തു നിന്നുള്ളവർ നിന്ദിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ്? പിന്നെ ഒരു കാര്യം ഇവിടെ ഇവിടെ അച്ഛൻ പറഞ്ഞതിനകത്തും പിന്നെ ജസ്റ്റിൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഈ പരിശീലനങ്ങളിൽ കൊടുക്കുന്ന ഒരു അബദ്ധത്തെക്കുറിച്ച്. ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതാണ്, ഈ മദ്രസകളിലെ പഠിപ്പിക്കുന്ന സിലബസ് പരിശോധിക്കണം. അദ്ദേഹം അതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം ഇങ്ങനെ കുറെ ചിന്തകള് കേരളത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൽ കൂടുതലൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം നമ്മളിത് പറയുന്നതിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ളവർ പറഞ്ഞു, അവർക്കറിയാം ഇതിനകത്ത് ആപത്തുണ്ട്, എന്താണ് ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്നറിയാം. ഇതിപ്പോ ഇവിടം കൊണ്ട് നിൽക്കുക. ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവർ കരുതുന്ന പോലെ തിരിച്ചടിക്കാനൊന്നുമുള്ള ഒരു പരിശീലനമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻബിൽറ്റ് മനസ്സോ ഒന്നുമുള്ള ഒരു സമൂഹം അല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇതിനുള്ള തിരിച്ചടി ഈ സമൂഹം തന്നെ മേടിക്കേണ്ടി വരും. ഇതിലെ പ്രമുഖർ ഇതിനെ അപലപിക്കാൻ, ഇതിന്റെ കർശനമായ നടപടികൾ എടുത്തില്ല. ഞാനിപ്പം ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം ഇതാണ്. ഈ മുസ്ലിം സമൂഹത്തിലെ, അത് ജസ്റ്റിൻ ജോണി കാണിച്ചാലും, മുസ്ലിം സമൂഹത്തിലെ വലിയ സമൂഹം അവര് തീവ്രവാദികളൊന്നും അല്ല. ആ തീവ്രവാദികൾ ഉണരേണ്ട കാലമാണത്. അവർ ഉണർന്നില്ലെങ്കിൽ അപകടം എന്താ? ഈ തീവ്രവാദികളുടെ ആ സമൂഹത്തിന് നിയന്ത്രണം വരും. സമൂഹത്തിലെ മിതവാദികളാണ് ഭൂരിപക്ഷം. അവർ ഉണരേണ്ട കാലമാണിത്. അവർ ഉണർന്നില്ലെങ്കിൽ അവർക്ക് തന്നെ അപകടം ഉണ്ടാകാൻ പോകും. ഇന്നിപ്പോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളത്? എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് നമുക്കറിയാം താലിബാനിൽ എന്താ നടക്കുന്നത്, അല്ലെ? ഇല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ രാജ്യങ്ങളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതും ഇന്ത്യയെ സംരക്ഷിക്കേണ്ടതും ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതും ഈ സമൂഹത്തിലെ ഭൂരിപക്ഷ വരുന്ന വലിയ ജനസമൂഹത്തിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവരാണ് ആ ആപത്തിലേക്ക് പോവുക. ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം അത് തെറ്റായിപ്പോയെന്ന് പറയാം. ഇപ്പം ചെയ്തയാൾ മാനസിക രോഗിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് തെറ്റായിപ്പോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതായിരുന്നു, ഇത് ഇവരുടെ മതസൗഹാർദ്ദത്തിന് തടസ്സമാണ് എന്ന് പറയുന്ന ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടാകത്തിൽ എനിക്ക് വിഷമമുണ്ട്. അത് നമ്മൾ ഈ മതേതരത്തെ കുറിച്ചൊക്കെ ഇപ്പം കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ലീഗിനെതിരെ പിന്നെ ഡൽഹി സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. മതപരമായ പേരിലുള്ള പിന്നെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞു. അതിനെതിരെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പറഞ്ഞു, ഞങ്ങൾക്ക് 100 ക്രിസ്ത്യാനികളും മറ്റു മതത്തിൽപ്പെട്ടവരും ഞങ്ങളുടെ പ്രതിനിധികളായിട്ടുണ്ട്. അത് എവിടെയാ ഏത് പഞ്ചായത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞ് കാണുമായിരിക്കും. കാരണം പദവി കിട്ടാൻ വേണ്ടി ക്രിസ്ത്യാനി ഇവിടെയും ചേരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്കറിയത്തില്ല അതിന്റെ യാഥാർത്ഥ്യമൊന്നും. ഏതായാലും അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അതിന് തെളിവും കാണുമായിരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ഇതിനെ ഇത്രയും വലിയ ഒരു സംഭവം, അതായത് ഒരു സമൂഹം ദൈവവചനമായി കരുതുന്ന ഒരു പുസ്തകത്തെ കത്തിച്ചിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് അപലപിക്കാൻ ഞാൻ ചോദിച്ചത്. ഇപ്പൊ മാധ്യമങ്ങള് ഇതിനെ വലിയ ഇതല്ല. ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ ഒരു പ്രവൃത്തി. ഇപ്പം പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ കോട്ടയത്തെ സിനിമാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് എന്തുമാത്രം പ്രതികരണങ്ങളായി മാധ്യമങ്ങളിൽ ഉണ്ടായത്? അതിലൊക്കെ എത്ര വലുതാണ് ഒരു മതത്തിന്റെ, ഒരു ജനപദങ്ങൾ വിശ്വസിക്കുന്ന. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം ചോദിക്കാം ശ്രീ ടി പ്രസാദ്. അങ്ങ് പറഞ്ഞു ഈ മുസ്ലിം സമുദായത്തിലെ മിതവാദികൾ ഉണരേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ ഇത്രയും ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടും ആ സമുദായ നേതൃത്വം, അങ്ങയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈ മനോരോഗി ആയിക്കോട്ടെ, പക്ഷെ അത് തെറ്റാണെന്ന് അപലപിക്കാൻ തയ്യാറായില്ല. അതിന്റെ അർത്ഥം, ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്നത്, ഒരു തീവ്രവാദ ആശയങ്ങൾ ഉള്ളവർ ആ ഒരു സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ ഉണരുന്നില്ലേ? മറു സൈഡിൽ നമ്മളൊരു കമ്പാരിറ്റീവ് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പാലാപിതാവ് നാർക്കോട്ടിക് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ ചില നേതൃത്വങ്ങൾ തന്നെയാണ് മതസൗഹാർദ്ദം തകരുന്നു, അങ്ങനെ അല്ലെങ്കിൽ പോലും തകരുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാന ചർച്ചയ്ക്കൊക്കെ നേതൃത്വം നൽകിയത്.
ആ ഒരു സംഭവത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപലപിച്ച് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് ഈ തീവ്രവാദ ആശയമുള്ളവർ സമുദായത്തെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു സംശയം ഇവിടെ ശക്തിപ്പെടുന്നില്ലേ ശ്രീ ടി പ്രസാദ്? ഹൈജാക്ക് ചെയ്യുന്നല്ല, അതിനെക്കുറിച്ച് അവരിലെല്ലാം ഭീഷണി പടർത്തുന്നു എന്നുള്ളതാണ്. അതിപ്പം അന്യ സമുദായങ്ങൾ ഭീഷണി പടർത്തുന്നു, സർക്കാരിൽ അധികാരത്തിലുള്ളവർ ഭീഷണി, അവരുടെ ഒരു ഫിയർ സൈക്കോസ്, ഇസ്ലാമോഫോബിയ എന്നൊക്കെ നമ്മൾ പറയും, ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ഒരു ഭയം അവരിൽ എല്ലാവരും വളർത്തുന്നു, മാധ്യമങ്ങളിൽ വളർത്തുന്നു. ആ വളർത്തുന്നതിൽ അവർ ഒരു പക്ഷെ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ ഇതിനൊക്കെ ഈ മുസ്ലിം സമൂഹം മുഴുവൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുന്നത് ഈ 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കേരളം മാത്രമല്ല, അങ്ങ് കാശ്മീർ വരെയുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപക്ഷെ ക്രൈസ്തവരെ ആക്രമിക്കപ്പെട്ടത് വളരെ ന്യൂനപക്ഷം എല്ലായിടത്തും, എത്ര പറഞ്ഞാലും 1% 2% ഒക്കെ വരുന്നത്. പക്ഷെ അതിലൊക്കെ വലിയൊരു കമ്മ്യൂണിറ്റി ആണല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി. അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അന്നേരം അത് ചെയ്യുമ്പോൾ ഇപ്പം മുഖ്യമന്ത്രി മുജാഹിദീന്റെ മീറ്റിംഗ് പോയി പറഞ്ഞ പോലെ മുസ്ലിങ്ങളാണ് ഇന്ത്യയെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അത് എവിടുത്തെ കണക്ക് വായിച്ചിട്ടാണെന്ന് അറിയത്തില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ്, കേരളത്തിലടക്കം. ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക ആക്രമണം മാത്രമല്ലല്ലോ, ഇതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കുക, നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പഠിപ്പിക്കാൻ മേലാത്തൊരു സാഹചര്യം വരിക, ഉടനെ നമ്മൾ അതിന് വലിയ വിട്ടുവീഴ്ച ചെയ്യുക, നമ്മുടെ മതഗ്രന്ഥങ്ങൾ കത്തിക്കുക, ഇതെല്ലാം നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഒരു ദുരന്താവസ്ഥയുടെ സ്ഥിതിയാണ്. അപ്പൊ ഈ ദുരന്താവസ്ഥയിൽ നിന്ന് പിന്നെ ഇതുകൊണ്ടൊക്കെ സഭ നശിച്ചു പോകുന്നോ, ക്രിസ്ത്യാനികൾ നശിച്ചു പോകുന്നോ, നമ്മളാരും ഭയപ്പെട്ടിട്ടില്ല. ഇതിലൊക്കെ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു പക്ഷേ ഈ പ്രതിസന്ധികൾ ഇവര് ദൈവികമായി മനസ്സിലാക്കി അറിയേണ്ടത് സഭ ശക്തിപ്പെടാൻ പോകുന്നതിന്റെ ഒരു തുടക്കമാണ്. ഇത് ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നാണ്, ഈ രക്തസാക്ഷികളുടെ ഈ ബീജത്തിൽ നിന്നാണ് സഭ വളർന്നിട്ടുള്ളത്. പക്ഷെ അത് എങ്ങനെയാണ്, എപ്പോഴാണ് അതിന് ആ വളർച്ചയ്ക്ക് ഞാനും ജസ്റ്റിനും അച്ഛനും ഒക്കെ കാണുമോ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്ന് കരുതിയാല് ഇവർക്ക് തെറ്റാണ്. പിന്നെ പേടിപ്പിച്ച് കുറെ പേരെ നിശബ്ദരാക്കാം, പിന്നെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കുറെ നിശബ്ദരാകും. അങ്ങനെ നമുക്ക് മിണ്ടാൻ മേലാത്ത ഒരു സാഹചര്യം പല കാരണങ്ങൾ കൊണ്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഈ പല കാരണങ്ങൾ കൊണ്ട് നിശബ്ദരാകുന്നവര് ഇതെല്ലാം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് കൗതുകകരമായ ഒരു സാമ്യമാണ്. അതായത് പിന്നെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം, രാജ്യദ്രോഹികള്, പിന്നെ തീവ്രവാദികള്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഗവൺമെന്റ് ഒക്ടോബറിൽ നമ്മുടെ കപ്പലിങ് വരാൻ പോവാണെന്നാണ് ഏത് മന്ത്രിയാ, തുറമുഖ മന്ത്രി പറഞ്ഞു. കപ്പൽ ഇപ്പൊ എത്തുമല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, പിന്നെ അമേരിക്കയിലെ ഒരു ഗവേഷണ സ്ഥാപനം നടത്തിയതിനകത്ത് പിന്നെ കേരളത്തിലേക്ക് പദ്ധതി നിർത്തിയായിരുന്നെങ്കിൽ അയാൾക്ക് നഷ്ടമൊന്നും വരികയില്ലായിരുന്നു. ഇപ്പം ഈ ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കുന്ന എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അദാനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, നമ്മളെ എല്ലാവരും തള്ളി പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിച്ചെന്ന് കരുതുന്ന വിഷയത്തില് നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തി ഇടപെടുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ ഈ അദാനി സംഭവത്തെ. അദാനിയെ സംരക്ഷിക്കാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഉണ്ടാവും. പിന്നെ വർഗീയവാദികളും കൂടെ കൂടി. ഇപ്പൊ എന്ത് പറ്റി, ആർക്കും സംരക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അദാനിയുടെ വീട്ടുകാര് ഇപ്പൊ അദാനിയുടെ പിന്നെ ഷെയർ 2000 കിട്ടുമായിട്ട് 3000 മേടിച്ചെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഗ്രൂപ്പ് എല്ലാം കൂടെ മേടിച്ചതാ. അല്ല, അദാനിക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ഇപ്പം ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടിക 4ാം സ്ഥാനത്ത് 11ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം 2 ദിവസം കൂടെ കഴിയുമ്പോൾ എത്രാം സ്ഥാനം വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വിഴിഞ്ഞത്തിന്റെ ഒരു ഞാൻ വിശ്വസിക്കുന്നു വിഴിഞ്ഞത്തിന്റെ ഒരു അനന്തര പ്രത്യാഘാതങ്ങൾ പാവപ്പെട്ട മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് അങ്ങനെ അങ്ങനെ അറിയുന്നവർക്ക് അറിയാമല്ലോ നെറ്റപിതാവിനെ എന്തുമാത്രം ശാന്തനായിരുന്നു. അതുപോലെ ആ ക്രിസ്തുദാസ് പിതാവ് എന്ന് പറയുന്ന പിതാവിനെയൊക്കെ അടുത്തറിയുന്നവർക്കറിയാം. അവരൊക്കെ പ്രതികളെ 3000 പേരെ പ്രതികളാക്കി നമ്മുടെ മതേതര സർക്കാർ കേസെടുത്തിരിക്കുക. എന്തിനാ? ഒരു തുറമുഖത്തിന് വേണ്ടി സംസാരിച്ചത്. അങ്ങനെ തുറമുഖത്തെ സംരക്ഷിച്ചിട്ട് ഇപ്പൊ അദാനിയെ സംരക്ഷിക്കാൻ ആർക്ക് പറ്റും? പിന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിനെതിരെ ഒരു നടപടി എടുത്താൽ ഇതൊക്കെ പറഞ്ഞാൽ അദാനിയുടെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം പരിപാടിയിലേക്ക് പോയാൽ സർക്കാരിന് ബുദ്ധിമുട്ട് വരും. അപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാനൊന്നും ആർക്കും സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഭയവും നമുക്ക് വേണ്ട. പിന്നെ ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു കേന്ദ്ര സർക്കാർ ഉള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ അവര് വില കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ അതൊന്നും നടക്കില്ല. പിന്നെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ പോലീസ് എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ്. അതിനകത്തൊന്നും ഇതുവരെ ഒന്നും വലിയ കാര്യമായ വർഗീയവൽക്കരണം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇപ്പൊ കാശ്മീരിലൊക്കെ പോയി ഇത്ര ആൾക്കാർ മരിക്കേണ്ടി ഒന്നും വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
ഭൗതികമായി നോക്കിയാൽ ഇപ്പൊ നമ്മള് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്നേഹത്തിന്റെ ഭാഷ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയാം ഇത് തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്, ഇത് ആപത്താണ്, നമുക്കല്ല, നിങ്ങൾക്ക് ആപത്താണ്, നിങ്ങൾക്ക് ആപത്താണ് ഇത് കാണിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനും അവര് മാനസാന്തരപ്പെടാനും വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ നന്നായി തന്നെ അങ്ങ് പറഞ്ഞു. ഫാദർ ടോം ഒലിക്കരോട്, അങ്ങ് ചർച്ചയുടെ ഒരു തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒരു മുസ്തഫയുടെ ഈ ഒരു പ്രവൃത്തി ഒരു ടെസ്റ്റ് ഡോസ് ആണ്. നേരത്തെ ശ്രീ ടി ദേവപ്രസാദ് പറഞ്ഞു, രക്തസാക്ഷികളുടെ ഒരു ചുടുനിണത്തിൽ വളർന്ന സഭ ഒരു കാര്യം കൊണ്ട്, ഇത്തരത്തിലുള്ള സംഭവം കൊണ്ടും സഭയെ തളർത്താൻ സാധിക്കുകയില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഈ ക്രൈസ്തവർ ഉണരാനുള്ള ഒരു ലാസ്റ്റ് ബസ്സാണോ ഈ കേരളത്തിൽ ഈ മുസ്തഫ വിശുദ്ധ ബൈബിൾ കത്തിച്ച ഒരു സംഭവം? നേരത്തെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ മുൻ വർഷങ്ങളിലെ ഒരു ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നാം സംഘടിപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിൽ നിന്ന് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അവഹേളനം, സിനിമാ മേഖലയിൽ, ഒപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട വിഷയം, പാലാപിതാവിന്റെ വിഷയം, ഈ ഈശോ സിനിമ വിവാദം പോലുള്ള വിവാദങ്ങൾ, അതൊക്കെ ഉണരാനുള്ള ഒരു ഉണർത്തുപാട്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ക്രൈസ്തവ സമുദായം ഉണർന്നില്ല, പാഠങ്ങൾ പഠിക്കുന്നില്ല. ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ മുസ്തഫ വിശുദ്ധ ബൈബിൾ കത്തിച്ച ഈ ഒരു സംഭവം കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഉണരാനുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉണർത്തുപാട്ടായി നമുക്കിതിനെ കാണാൻ സാധിക്കുമോ, ഫാദർ ടോം ഒലിക്കരോട്ട്? താങ്ക് യു ജോർജ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉണരാനും ഒരുമിക്കാനുമുള്ള ലാസ്റ്റ് ബസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2005-6 കാലഘട്ടങ്ങളിൽ ഇതേ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന കുപ്രസിദ്ധമായ സ്വാശ്രയ ബില്ലായിരുന്നു. അന്നു മുതലാണ് ക്രൈസ്തവ സംസ്കാരം, ക്രൈസ്തവ മൂല്യങ്ങൾ, ആത്മീയ നേതാക്കന്മാർ പൊതുവിടങ്ങളിൽ അവഹേളിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും വിലയില്ലാത്തതായി മാറുകയും ചെയ്തു. കേരളത്തിന്റെ ഇക്കണ്ട കാലത്തെ ചരിത്രത്തിൽ എവിടെയാണ് പള്ളിമണികളെയും രൂപത എന്നുള്ള നമ്മുടെ സംവിധാനങ്ങളെ തൊട്ട് സൂചകമായി സംസാരിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു? അന്നു മുതൽ നമ്മൾ ഒരുമിക്കേണ്ടതും നമ്മുടെ സംസ്കാരത്തിന്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ലാസ്റ്റ് ബസ് കടന്നുപോയിട്ട് വർഷം 20 കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് നമുക്ക് നേരം വെളുത്തിട്ടില്ല. 20 വർഷം കഴിഞ്ഞു. ഈ കമ്മ്യൂണിസം, എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ വളർന്നു വന്നിട്ടുണ്ടോ, ക്രൈസ്തവ മതത്തിന് ലോക ചരിത്രത്തിൽ 2 ശത്രുക്കളെ ഉള്ളൂ. നമ്മൾ ചരിത്രം പഠിക്കുന്നവരും വായിക്കുന്നവരും അല്ലേ. കേരളത്തിലെ പാഠപുസ്തകത്തിലല്ലേ ഇവർ 2 കൂട്ടരും ചേർന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞ, നട്ടലില്ലാത്ത കോൺഗ്രസ്സുകാരൻ തിരുത്താത്ത ചരിത്രമുള്ളൂ. അല്ലാതൊരു ചരിത്രമുണ്ടല്ലോ ലോകത്തിൽ. എവിടെയാണ് ക്രിസ്ത്യാനികൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടത്? ഈ 2 ഭൂരിപക്ഷ ഇടങ്ങളിൽ മാത്രമേ ക്രിസ്ത്യാനികൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ 2 ഭീഷണികൾ കേരളത്തിൽ ഇന്ന് ഒരുമിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഒരുമിക്കാനും തിരിച്ചറിയാനും ജാഗ്രത പാലിക്കാനുമുള്ള ലാസ്റ്റ് ഫണ്ട് പണ്ടേ കടന്നുപോയി. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, നമ്മളെ എന്തുകൊണ്ടാണ് കലയിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ നിരന്തരം ആക്ഷേപിക്കപ്പെടുന്നു, അത്തരക്കാർക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച ദേവപ്രസാദ് സാറും അതുപോലെ ജസ്റ്റിൻ പള്ളിവാദികൾ വക്കീലൊക്കെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ കുറിച്ച് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും ഒരുമിച്ച് പറഞ്ഞ ഒരു ആവലാതിയാണല്ലോ. അതിനെ ഇത്ര എന്താണ് പറയുന്നത്, അവജ്ഞയോടുകൂടി സമീപിക്കാൻ വേറെ ആർക്കാണ് പറ്റുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ? അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ ശക്തി ദൗർബല്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ ഒറ്റതിരിഞ്ഞ് എല്ലാ ദിക്കുകളിൽ നിന്നും, അത് ആശയപരമായും ഭൗതികമായും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും തിരിച്ചറിയുന്നില്ല. പകരം നമ്മൾ ഇപ്പോഴും വീണ്ടും പരസ്പരം നമ്മൾ അവിശ്വസിക്കുകയും ഒരുമിക്കാതിരിക്കുകയും ഈ മുന്നറിയിപ്പിന്റെ സ്വരങ്ങളെ പോലും നമ്മൾ തീവ്ര സ്വരങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ നിശബ്ദരാക്കും. അത് നമുക്കിടയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പലതവണ ദേവപ്രസാദ് സാറും അതുപോലെ ജസ്റ്റിൻ വക്കീലും പറഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ആ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ആദർശശുദ്ധിയുള്ള ആളുകൾ ഇത് തെറ്റായിപ്പോയി, ഇതല്ല നമ്മുടെ സമുദായം അനുവർത്തിക്കേണ്ട ഒരു ശൈലി, നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ഇങ്ങനെയുള്ള അപകടകരമായ ശീലങ്ങളിലേക്ക് പോകരുതെന്ന് പറയാൻ ബലമുള്ള ഒരാളുണ്ടായിട്ടില്ലല്ലോ. ഈ അരിയും മലരും കരുതിക്കോളാൻ പറഞ്ഞ് പ്രകോപന മുദ്രാവാക്യം വിളിച്ച് അതൊരു മതേതര സ്വഭാവ രാജ്യത്ത് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു
പണ്ഡിതരായ വ്യക്തികൾ പോലും ഇല്ലല്ലോ കുട്ടികളെ ഇതല്ല ശരിയായ വഴി, നമ്മുടെ മതത്തിന്റെ ശൈലി ഇതല്ലെന്ന് പറയാനുണ്ടായില്ല. ഈ ചെറുപ്പക്കാരൻ ഈ പുൽക്കൂട് വലിച്ചെറിഞ്ഞപ്പോഴും ഇപ്പോൾ ബൈബിള് കത്തിച്ചപ്പോഴും ക്രിസ്ത്യാനികളെ, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് നിങ്ങളോടുള്ള മനോഭാവം ഇതല്ല, നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെയല്ല വരേണ്ടത് പറയാനൊരാളില്ല. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട്, നിയന്ത്രിക്കാൻ ആളില്ലാത്ത വിധം തീവ്ര നിലപാടുകാർ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ക്രൈസ്തവർ ഇനിയും ഉണരുന്നില്ല. നമ്മൾ ഇപ്പോഴും പരസ്പരം നമ്മൾ ഏൽക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച്, നമ്മൾ ഏൽക്കുന്ന അന്യായങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളാണ് തെറ്റുകാർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വളരെ കുടിലമായ ഒരു തന്ത്രമല്ല നടന്നത്. അച്ഛന്മാരെ തീവ്രവാദികളെന്ന് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ ഇന്റർനാഷണൽ തീവ്രവാദിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെട്ട ആളുടെ പേര് നിങ്ങളുടെ പേരിൽ ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ വിളിക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ആടിനെ പട്ടിയാക്കുന്ന രാഷ്ട്രീയ തന്ത്രം കൊണ്ട് ഒരു രൂപത നേതൃത്വത്തെ മുഴുവൻ മാപ്പ് പറയിപ്പിക്കണമെന്നുള്ള ആവശ്യത്തോടെ വന്നു. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും ക്രൈസ്തവ സമൂഹം റീത്തുകളുടെ, പ്രാദേശികവാദങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളുടെ ഒക്കെ പേരിൽ കലഹിച്ചു മാറി നിൽക്കാതെ ഒരുമിക്കേണ്ട ലാസ്റ്റ് ബസ് ഒരു 20 കൊല്ലം മുമ്പേ പോയി എന്നും ഇത് അവസാനത്തെ ഈ ഒരു തിരിച്ചു കിട്ടാത്ത വിധമുള്ള ഏറ്റവും നിർണായക സമയങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിയുകയും ഒരുമിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഒപ്പം തന്നെ ഫാദർ ടോം ഒലിക്കരോട്ട്, അങ്ങ് യുവജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ KCYM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. പക്ഷേ ഈ സമുദായ വിഷയങ്ങളിൽ ശക്തമായി സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രതികരിക്കുവാൻ നമ്മുടെ പല യുവജനങ്ങളും എന്തുകൊണ്ടാണ് ഒരു വൈമുഖ്യം നേരിടുന്നത്? ഈ ഒരു വിഷയം തന്നെ നാം എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ക്രൈസ്തവ നാമധാരികളായ ഒട്ടനേകം യുവജനങ്ങളുണ്ട്. അവരൊന്നും എല്ലാവരും ഒരുമിച്ച് പ്രതികരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരിൽ ഒരു 10 പേരെങ്കിലും യുവവൈദികരടക്കം ഉള്ളവർ ഒരു 10, 15, 10, 20 പേരെങ്കിലും ഈ ഒരു ശക്തമായ രീതിയിൽ സഭ്യമായ ഭാഷയിൽ തന്നെ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്ന ഈ വിഷയങ്ങൾ മാത്രമല്ല, പല വിഷയങ്ങളും നാം കാണുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം നമ്മുടെ സമുദായത്തിന് അപജയം സംഭവിക്കുന്നത്? ഫാദർ ടോം. ജോർജ്, ശരിയാണ്. യുവജനങ്ങൾ KCYM പോലെയുള്ള സംഘടനകൾ കേസ് കൊടുക്കുകയും അവരാൽ കഴിയുന്ന വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്തു, പല സംഘടനകളും. പക്ഷേ നമ്മുടെ ഈ പ്രതിഷേധങ്ങൾക്കൊന്ന് ഒരു ഐക്യരൂപം ഇല്ല എന്നുള്ളതാണ്. ഒറ്റതിരിഞ്ഞ് അവിടെ ഇവിടെയുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറം ഒരുമിച്ച് സംഘാതമായിട്ടുള്ള ഒരു എതിർത്തുനിൽപ്പുകൾ നമ്മൾ നടത്തുന്നില്ല. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഇത് അച്ഛന്മാരാണ്, പ്രതികരിക്കേണ്ടത് അച്ഛന്മാരാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ സഭയെ സ്നേഹിക്കാൻ, ഒരു ബൈബിള് കത്തിക്കുമ്പോൾ മുറിവേൽക്കുന്നത് എന്റെ വിശ്വാസത്തിനാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ദേവാലയം ആക്രമിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുമ്പോൾ എന്റെ സഹോദരങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്, അതിക്രമത്തിനിരയാവുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു പരസ്പര സ്നേഹം, അത് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ശിഷ്യരോട് പറഞ്ഞ മനോഹരമായ വാചകമുണ്ട്, നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം പറയും. ഉള്ളിൽ യേശുവിനോടും അവന്റെ ജീവിക്കുന്ന സഭയോടുള്ള ഒരു സ്നേഹം ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ കാലത്ത് നിസ്സംഗരും നിഷ്ക്രിയരും ആത്മബലമില്ലാത്തവരുമായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരെ ആത്മബലത്തോടെ മുൻപോട്ട് വരാൻ സമുദായത്തിന്റെ വിഷയങ്ങളിൽ, വിശ്വാസത്തിന്റെ വിഷയങ്ങളിൽ ഭരണഘടനയുടെയും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളും അനുവദിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടത്താൻ അവർക്ക് ധൈര്യം കൊടുക്കാനായിട്ട് നമ്മുടെ സംവിധാനങ്ങളൊക്കെയും അവരുടെ കൂടെ നിൽക്കുകയും കൂടെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ ശ്രീ ടി ദേവപ്രസാദ് പറഞ്ഞൊരു ഒരു പോയിന്റ് കൂടി അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പല അവസരങ്ങളും സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, അത് അവർ വലിയ രീതിയിൽ ഒരു പ്രൊജക്ഷൻ കൊടുക്കുന്നു. പക്ഷേ മറുസൈഡിൽ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ വർഗീയതയുടെ ഒരു ചാപ്പകുത്തി, നേരത്തെ നാം പറഞ്ഞ വളരെ കുപ്രസിദ്ധമായ ഒരു വാക്ക് ക്രിസംഗികൾ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്നു. അത് പുറമേ നിന്നുള്ളവരല്ല, സഭയുടെ
ഉള്ളിൽ തന്നെയുള്ളവർ തന്നെ ഇത്തരത്തിൽ ചാപ്പകുത്തി സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഊർജം കെടുത്തിക്കളയുന്നു. ഇതും അവസാനിപ്പിക്കേണ്ട ഒരു പ്രവണതയല്ലേ ഫാദർ ടോം ഒലിക്കരോട്ട്? തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ സ്വന്തം മതത്തെയോ വിശ്വാസത്തെയും അതുപോലെ പിന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകളെയും അധിക്ഷേപിക്കുക, അല്ലെ മതമേലധ്യക്ഷന്മാരെ ആവട്ടെ അവഹേളനപരമായി സംസാരിക്കുന്ന വേറെ ഏത് സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്? ബാക്കി എല്ലാ സമൂഹങ്ങളും സമുദായങ്ങൾക്കും ഒക്കെ ഉള്ളിൽ ഒരു യോജിപ്പ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പുറത്തിറങ്ങി പരസ്പരം അവഹേളിക്കുന്ന, അല്ലെങ്കിൽ നേതൃത്വത്തെ ചീത്ത പറഞ്ഞ് പബ്ലിസിറ്റി കിട്ടാൻ ശ്രമിക്കുന്ന, നമ്മൾ മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്ത് കൂടോത്രം വെക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ആ പരിപാടി കാണിക്കുന്ന ഏക സമൂഹം നമ്മളിൽ മാത്രമല്ലേ? കുറവുകളില്ലാത്ത ഏത് സമൂഹമാണുള്ളത്? നമുക്ക് തിരുത്താനും പറയാനുള്ള ആഭ്യന്തര വേദികൾ എത്രയോ ഉണ്ട്. അവിടെ ഒന്നും ഉപയോഗിക്കാതെ പുറമെ ഇറങ്ങി പരസ്പരം ചീത്ത പറയുകയും അല്ലെങ്കിൽ ചെളിവാരി എറിയുകയും നമ്മുടെ ഉള്ളിലെ ചിത്രങ്ങളെ പുറം ലോകത്തിന് തുറന്നു കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത്. അതിന്റെ ഒക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്: നമുക്ക് ഈ സഭയോടും നമ്മുടെ വിശ്വാസത്തോടും യാതൊരു സ്നേഹവും ഉണ്ടാവുന്നില്ല. പൗലോസ്ലീഹ പറയുന്ന മനോഹരമായ ഒരു വാചകം ഇങ്ങനെയുണ്ട്: എല്ലാവർക്കും സ്വന്തം കാര്യത്തിലാണ് താല്പര്യം, യേശുക്രിസ്തുവിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരുമില്ല. വർത്തമാനകാലത്തിലെ കേരള സഭയ്ക്ക് ഇതാണ് സംഭവം. സ്വന്തം കാര്യം, സ്വന്തം പേര്, അത് സാഹിത്യകാരന്മാരാൽ ശ്ലാഘിക്കപ്പെടാൻ, മതേതര വിശാല ഹൃദയനെന്ന് പിന്നെ പേര് കിട്ടാൻ, അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ ചാനൽ ചർച്ചയിലെ വേദികൾ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം കാര്യം ശ്രദ്ധിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലയിടങ്ങളിലും ഭീരുക്കളായിട്ടും ആത്മബലമില്ലാത്തവരായിട്ടും ശിരസ് താഴ്ത്തി സകല അനീതികളും നിർവികാരതയോടെ നിർലജ്ജം നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇടവരുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നമ്മൾ ഈ മത തീവ്രവാദികളുടെ ഒരു വിഷയം, അവർ കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതര സമുദായങ്ങൾക്ക് നേരെ അവർ ഉയർത്തുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, അതൊക്കെ പലതവണ ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ നാം പറയുന്നു, നാം ഇനി ചിന്തിക്കേണ്ടത് ഈ പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറയുന്നത് പോലെ ഈ മത തീവ്രവാദികൾക്ക് ആര് മണികെട്ടും നമ്മുടെ ഈ കേരളത്തിൽ? അതിനുള്ള ധൈര്യം ആർക്കാണ്? ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ജോർജ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മുസ്തഫയുമായി ബന്ധപ്പെട്ട ഇന്ന് വരെ നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യത്തെ കൂടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അതായത് നമുക്കറിയാം, മുസ്തഫ ബൈബിള് കത്തിക്കാൻ ആരംഭിക്കുന്ന ബൈബിൾ നിലത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ലൈറ്റർ കൊണ്ട് കത്താൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഓണാക്കി ഗ്യാസ് സ്റ്റൗവില് ഈ ഓയിൽ ഒഴുകുന്ന ബൈബിൾ പിടിച്ച് കത്തിക്കുകയും അതോടൊപ്പം ഓയിൽ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ട ഒന്നാണ്. എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഗ്യാസ് കുക്കിങ്ങിനുള്ളതാണ്, അത് ബൈബിൾ കത്തിക്കാനുള്ളതല്ല. ഇന്ന് നിപ്പിന് ആ ഗ്യാസ് ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കണം. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. കാരണം അത് ചിലപ്പോൾ പറയായിരിക്കും മുസ്തഫ മാനസിക രോഗമുള്ളവനാണെന്ന് പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് ക്യാൻസൽ ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ ഈ കുക്കിംഗ് ഗ്യാസിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. ഇനി രണ്ട്, അദ്ദേഹം ബോധമുണ്ടെന്ന് അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ഞാൻ ബോധപൂർവമാണ് ഈ പുൽക്കൂട്ടിലെ സാധനങ്ങൾ എടുത്തോണ്ട് പോയതും ആ രൂപങ്ങൾ എടുത്തോണ്ട് പോയതും എന്നൊക്കെ പിന്നീട് ഒരു ക്ലബ് ഹൗസിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഉള്ള സൗണ്ട് ഒക്കെ പുറത്തു കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എക്സ്പ്ലോസീവ് ആക്ട് വെച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കണം. കാരണം അത് സബ്സിഡിയുള്ള ഗ്യാസാണ്. ആ സബ്സിഡി എന്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും നികുതിയാണ്. ആ നികുതി പണം കൊണ്ട് കൊടുക്കുന്ന സബ്സിഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി, മതവികാരത്തെ വ്രണപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകളിലേക്ക് ചാർത്തി എക്സ്പ്ലോസീവ് ആക്ടും കൂടെ അദ്ദേഹത്തിന് മേലെ ചുമത്തേണ്ടതുണ്ട്. അതോടൊപ്പം സബ്സിഡിയോടെ അദ്ദേഹം അനുഭവിക്കുന്ന ആ പാചകവാത ഗ്യാസ് കണക്ഷനും കൂടെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ ഇതിന്റെ ഒക്കെ പുറകിലുണ്ട്. പിന്നെ മുസ്തഫ ഒരു ബൈബിള് കത്തിച്ചത് കൊണ്ട് ഇവിടെ സുവിശേഷം ഇല്ലാതാകുമെന്നോ ഇവിടെ ക്രിസ്തീയത ഇല്ലാതാകുമെന്ന് ആരും വിചാരിക്കരുത്. ഒരു ബൈബിള് കത്തിച്ചാൽ 1 കോടി ബൈബിൾ ഒരാഴ്ച കൊണ്ട് അടിച്ച് വിതരണം ചെയ്യാൻ ചങ്കൂറ്റവും
ചങ്കുറപ്പവും ആർജവത്വമുള്ള ക്രിസ്തുവിനെ നെഞ്ചി കൊണ്ടു നടക്കുന്ന ക്രൈസ്തവ യുവാത്ത ഉള്ള നാടായത്, നല്ല മിഷണറിമാരുള്ള നാടായത്. അതുകൊണ്ടൊന്നും സുവിശേഷം ഇല്ലാതായാലും പിന്നെ ഒരു സന്തോഷമുണ്ട് ജോർജി. കാരണം മുസ്തഫ ഇത് കത്തിച്ചതിലൂടെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഇതിന്റെ ഉള്ളിലെ എന്തുകൊണ്ടാണ് മുസ്തഫ ഇത് കത്തിച്ചത്, അത് അന്വേഷിച്ചു പോകുന്ന ഒരുപറ്റ യുവതി യുവാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും, ആ സമൂഹത്തിനകത്ത് തന്നെ ഉണ്ടാവും. അവരത് അന്വേഷിച്ചു എന്ന് കഴിയുമ്പോൾ അവര് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തും, അവര് ജീവനുള്ള ദൈവത്തെ കണ്ടെത്തും. അങ്ങനെ അനേകരിലേക്ക് കൂടുതൽ വിശ്വാസത്തിന് അത് ഇടവരുത്തും മുസ്തഫ കത്തിച്ചത്. അതതിന്റെ ഒരു പോസിറ്റീവ് വശം. ഇനി എന്നെ ചോദിച്ച ചോദ്യത്തിലേക്ക്, പൂച്ചയ്ക്കാര് മണികെട്ടും, ഈ പൂച്ചയ്ക്കാര് മണികെട്ടുമെന്ന് ചോദിക്കുന്നതിനും ആ ഉത്തരം പറയുമ്പോൾ, നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, വലിയ നേതാവായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രശസ്തമായ 3 വാക്കുകളായിരുന്നു: ഞെട്ടലുണ്ടാക്കി, വേദനയുണ്ടാക്കി, ഞെടുക്കമുണ്ടാക്കി. അങ്ങനെ ഞെട്ടലും വേദനയും ഞെടുക്കം ഉണ്ടാക്കി അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഇന്ന് ആർക്കും വേണ്ടാത്ത വട്ടപൂജ്യമായ ഒരു പ്രസ്ഥാനമായി മാറി. മുമ്പേ ഇവിടെ ഈ നേതൃത്വം അങ്ങനെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട് ജോർജി. അങ്ങനത്തെ ഒരു ഭയപ്പാടിന്ന് എന്റെ മനസ്സിലുണ്ട്. കാരണം ഈ ഞെട്ടലും വേദനയും ഞടുക്കവും മാത്രമേ നമുക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടത് നമ്മൾ ഓരോരുത്തരും, നമ്മളാ ഉണരേണ്ടത്. പക്ഷേ ആ സമൂഹം, ഉണരേണ്ട സമൂഹം നിസ്സംഗത ബാധിച്ചു നിൽക്കുക. നിസ്സംഗത. എന്ത് ചെയ്യാൻ? നേതൃത്വം കൊടുക്കാൻ ഒരാളില്ല. ആരെങ്കിലും നേതൃത്വം കൊടുക്കാൻ ഇറങ്ങിയാൽ അവൻ തീവ്രവാദിയാ. എന്നെ കഴിഞ്ഞ ദിവസം ഒരാള് തീവ്രവാദി എന്ന് വിളിച്ചു. അത് മറ്റൊരു വിഭാഗത്തിൽ നിന്നല്ല, നമ്മുടെ വിഭാഗത്തിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവിന്റെ കൂടെ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൂടി അത് മാറി. ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നേതൃത്വത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെയും ശ്രമിക്കുന്നവരെയും ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നവരെ, കോട്ടകെട്ടാൻ തയ്യാറാകുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പ്രവണത തിരുത്തപ്പെടണം. ആ പ്രവണത തിരുത്തിയാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. 2, ഒന്ന് നിസ്സംഗതയാണ്, 2 ഭയമാണ്. നമ്മുടെ എല്ലാം പ്രശ്നം ഭയമാണ്. ബഹുമാനപ്പെട്ട ദേവപ്രസാദ് സാർ അതിനെപ്പറ്റി പറഞ്ഞു. ഭയം സുവിശേഷവൽക്കരണത്തെ ഇല്ലാതാക്കുന്നു, ഭയം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലാതാക്കുന്നു, ഭയം നമ്മുടെ നട്ടെല്ല് നിവർത്തിയുള്ള ജീവിതത്തെ ഇല്ലാതാക്കുന്നു. ക്രിസ്തുവിന്റെ നാമം പേറിക്കൊണ്ട് നട്ടെല്ല് നിവർത്തി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഭയം നമ്മളെ പിടിക്കുക. നമ്മൾ ആരെ ഭയപ്പെടുന്നത്? ശരീരത്തെ കൊല്ലാൻ കവിഞ്ഞ് വേറൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവനെ ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. ഇവിടെ ഭയമാണ് നമ്മളെ കിടക്കുന്നത്. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ, ഏതെങ്കിലുമൊക്കെ EDയുടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ, CBIയുടെയും ഒക്കെ ലെറ്ററുകളുടെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ മണികെട്ടാൻ ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിന്നേ പറ്റും. വിശ്വാസികൾ ഒന്നിക്കണം. ഈ പണി ചെയ്യുന്നവരൊന്നും വിശ്വാസികളല്ല. ഇത്തരത്തിൽ ചെയ്യുന്നവരൊക്കെ അവിശ്വാസികളാണ്. ഒരു വിശ്വാസി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മതഭ്രാന്ത് നിറയുന്ന ഒരു ജീവനെ ഹനിക്കുന്ന, ജീവനെ എതിർക്കുന്ന, മനുഷ്യൻ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും സാഹോദര്യത്വവും നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കത്തില്ല. ഒരു വിശ്വാസി ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് മതത്തിന്റെ ആണെങ്കിലും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തികൾക്ക്, രാജ്യദ്രോഹ പ്രവർത്തികൾക്ക്, മതവിദ്വേഷ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവര് വിശ്വാസികളല്ല. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം ഇവിടെ എല്ലാ വിധത്തിലുള്ള വിശ്വാസികൾ, ഞാൻ പറഞ്ഞല്ലോ, അത് ക്രൈസ്തവനായിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ഇസ്ലാം വിശ്വാസികളായിക്കോട്ടെ, വിശ്വാസികൾ സംഘടിക്കണം. വിശ്വാസികൾ സംഘടിച്ചു നിന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള അവിശ്വാസികളുടെ, മതതീവ്രവാദികളുടെ, മതഭ്രാന്ത് നിറഞ്ഞവർ പാർട്ടികൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇടതുപക്ഷമായിക്കോട്ടെ, വലതുപക്ഷമായിക്കോട്ടെ, ഇനി കേന്ദ്രത്തിലെ ND ആയിക്കോട്ടെ, ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ രാഷ്ട്രീയ പ്രീണനങ്ങളാണ്. അവർക്കൊക്കെ വോട്ട് ബാങ്കാണ് പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനോടൊപ്പം പക്ഷം ചേർന്ന് സംസാരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ കേരളത്തിന് പുറത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കറിയാം. അവര് നേരിടുന്നത്, ഇവിടെ നമ്മൾ ഇസ്ലാമിനെ നേരിടുന്നുണ്ടെങ്കിൽ അവര് കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇവിടുത്തെ സംഘപരിവാർ ശക്തികളിൽ നിന്നാണ്. അപ്പം നമുക്ക് ഒരു രീതിയിലും ആരെയും ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ സമൂഹം ഒന്നാകണം, വിശ്വാസികൾ ഒന്നാകണം, ജനങ്ങൾ ഒന്നാകണം. ജനങ്ങൾ ബോധവൽക്കരണത്തിലേക്ക് കടന്നു വന്നേ പറ്റൂ. ജനങ്ങൾ സംഘടിതരായേ പറ്റൂ. ജനങ്ങൾ ഈ പറയുന്ന മതവിദ്വേഷം വിളമ്പുന്ന, മതഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാകണം. അത്തരത്തിലുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാകണം.
അത്തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഈ നാട്ടില് സന്തോഷ സമാധാനം തിരിച്ചു വരും. ഈ ഒരു സമൂലമായ ഒരു ശുദ്ധീകരണം ഇവിടെ നടക്കണമെങ്കിൽ ജനം ഉണർന്നേ പറ്റൂ. ജനം ആ ബോധത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഓക്കെ. ശ്രീ ടി ദേവപ്രസാദ്, നേരത്തെ നാം ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മുസ്തഫ എന്ന മത തീവ്രവാദിയുടെ പ്രവർത്തികളെ അപലപിക്കാൻ ആ സമുദായത്തിൽ നിന്നുള്ളവർ തയ്യാറാകുന്നില്ല. അതിനെപ്പറ്റി വ്യക്തമായി തന്നെ നാം ചർച്ച ചെയ്തു. എന്നാൽ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത, ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി നടന്നിട്ടും ശക്തമായ ഒരു പ്രതികരണം നമ്മുടെ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. പക്ഷെ വർഷങ്ങളിപ്പുറം ചില സംഭവങ്ങൾ നാം പരിശോധിക്കുകയാണ്. നമുക്കറിയാം, അച്യുതാനന്ദൻ ആ ഒരു സർക്കാരിന്റെ കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഈ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകത്തിന്റെ ഒക്കെ ഒരു സമയത്ത് പിതാക്കന്മാരൊക്കെ ആഹ്വാനം ചെയ്തപ്പോൾ വിശ്വാസി സമൂഹം ഒന്നടങ്കം അത്തരം വിഷയങ്ങളിൽ ശക്തമായി സർക്കാരിനെതിരെ അണിനിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. ഒപ്പം തന്നെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ കത്തോലിക്ക സഭ തന്നെ നേതൃത്വം നൽകിയ വിമോചന സമരം പോലുള്ള കാര്യങ്ങൾ, ഒരു തരത്തിലുള്ള ഒരു ഭയം നമ്മുടെ നേതൃത്വത്തെ പിടികൂടുന്നുണ്ട്. കുറെ കൂടി ശക്തമായ ഒരു പ്രതികരണം നമ്മുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വിഷയങ്ങളിലൊക്കെ വരേണ്ടതല്ലേ? അന്ന് ഞാൻ പറഞ്ഞ അത് അധികം വർഷങ്ങളായിട്ടില്ല, 2006, 2011 ആ ഒരു കാലഘട്ടത്തിലൊക്കെ പിതാക്കന്മാരുടെ ആഹ്വാനപ്രകാരം വിശ്വാസികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങ് 2023 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ നേതൃത്വങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ശ്രീ ടി ദേവപ്രസാദ്? നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, നമുക്ക് അടിമുടി വളർന്നു വന്നിരിക്കുന്ന സ്വാർത്ഥതയാണ്. എനിക്ക് എന്ത് പ്രയോജനമുണ്ട്, എനിക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ഒരു കാലമാണ്. നമ്മൾ ദൈവജനം എന്നാണല്ലോ നമ്മളെത്തെക്കുറിച്ച് പറയാൻ. ഈ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. അവര് കർത്താവിനെ മറന്ന്, കർത്താവിന്റെ കൽപ്പനകൾ മറന്നപ്പോൾ അവർക്ക് ബാബിലോൺ അടിമത്തം പോലെയുള്ള കഠിന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവര് ഈജിപ്തിലേക്ക് സുഖം തേടിപ്പോയപ്പോൾ അവർക്ക് അടിമത്തം പോലെയുള്ള കടുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു വാഗ്ദാനമുണ്ട്, അതിൽ നിന്നെല്ലാം അവിടുന്ന് അവരെ വിളിച്ചു കൂട്ടും, തിരിച്ചു കൊണ്ടുവരും. ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ എന്താ? നമ്മൾ ജനിച്ചു വളർന്ന കേരളം ഏതാണ്ട് ഉപേക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പോരുതെന്ന് പറയുന്നതിന്റെ അല്ല, പക്ഷെ ഒരു ഇസ്രായേൽക്കാരുടെ ഒരു സമാനമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ സുഖം നോക്കി ഓരോ രാജ്യങ്ങളിലേക്ക് ഉയർന്നു. കർത്താവിനെ മറന്ന്, കർത്താവാണ് എനിക്ക് ഈ നാട് തന്നെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്നെ ജനിപ്പിച്ചെന്നോ ഉള്ള ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നമുക്കറിയാവുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എന്താണ്? പ്രവാചകന്മാര്, പുരോഹിതന്മാർക്കെല്ലാം അപജയമുണ്ടായി. നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അപജയമുണ്ട്. ആ വാസ്തവത്തില് സമൂഹം ആന്തരികമായി വളരെ ഉണരേണ്ടതുണ്ട്, ആത്മീയമായി സഭ ഉണരേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയി പ്രൈസലോട് പറയാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടേണ്ടതുണ്ട്. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലൊക്കെ വന്നിരിക്കുന്ന വീഴ്ച, അത് അടിമുടി നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നമുക്കുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെങ്കിലും സൂക്ഷിക്കാം, നമ്മുടെ സ്ഥാപനം സംരക്ഷിക്കണം, നമ്മുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഇത് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അച്ഛന്മാരോട് അടുത്ത് നിൽക്കണം, എനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഒരു പോസ്റ്റ് കിട്ടണം, ഇപ്പം നമ്മൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് ഏതെങ്കിലും വഴി നമ്മളെ എന്തെങ്കിലും പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടണം. അതിന് എന്താ ചെയ്യേണ്ടത്? സമുദായത്തെ കുറിച്ച് എന്ത് പറഞ്ഞാൽ ഇവരൊക്കെ ഇതോ നന്നാകാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ അടിപിടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ വിശ്വാസ പരിശീലനം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു 15 വർഷം മുമ്പത്തെ ഒരു കാര്യം, വിശ്വാസത്തിൽ നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്ന ആഴം, ഇത്രയൊക്കെ നവീകരണം എന്നൊക്കെ പറയുന്ന എല്ലാം വന്നിട്ട് നമുക്ക് വിശ്വാസത്തിൽ ആഴമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്നൊന്ന് ഓർത്ത് നോക്കിയാൽ, പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് അറിയാൻ തരത്തില്ല, അന്ന് വെന്തിങ്ങ ഇടാത്ത ഒരു ക്രിസ്ത്യാനിയെ കാണുമായിരുന്നു. വെന്തിങ്ങത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. വൈകിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മൾ ആലോചിക്കണം, ആത്മശോധന ചെയ്യണം. അങ്ങനെ ആത്മശോധന ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ജസ്റ്റിനോ അല്ലെങ്കിൽ അച്ഛനോ പറഞ്ഞ ഈ സ്വാഭാവികമായ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു ഐക്യബോധം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പൗലോസ്ലിയ പറഞ്ഞതിനകത്ത് ഒരു അടുത്തൊരു സെന്റൻസ് കൂടെ ഉണ്ട്. എന്നാൽ തിമോത്തി അങ്ങനെയുള്ളവനല്ല. ഇങ്ങനെ തിമോത്തിയെ പോലെയുള്ള ഒരാള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർ ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാകുന്ന യേശുവിനോടുള്ള ഒരു ആഴമായ ബന്ധത്തിൽ നിന്നുണ്ടാകണം. അത് നമ്മളൊരു ഇപ്പൊ പറയുന്ന ഇപ്പോഴത്തെ ഒരു എളുപ്പമുള്ള വഴി പ്രൈസലോടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ.
അതല്ലല്ലോ നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസം. അതായിരുന്നു. അവര് സഭയ്ക്ക് വേണ്ടി നിന്നിട്ടില്ലേ? നമ്മൾ ഈ ചോദിക്കുന്നത് ഇന്നിപ്പം നമ്മൾ സ്ഥാപനങ്ങളൊക്കെ ആര് കെട്ടിപ്പൊക്കിയതാണ്? നമ്മുടെ കാരണവന്മാർ കൊടുത്ത പൈസയല്ലേ? നമുക്ക് വിദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന എത്ര പൈസ ഉണ്ടാവുമെന്ന് എത്ര പേർക്കറിയാം? വിദേശത്ത് കൊണ്ടുവന്ന് അങ്ങനെയൊന്നും കൊണ്ടുവന്നല്ലല്ലോ. ഇത് നമ്മുടെ കാരണം. അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് സഭയ്ക്ക് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സമൂഹത്തിന് ഇത് ആവശ്യമുണ്ട്. ഇന്ന് ആ ബോധ്യം ഉണ്ടോ? ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സമൂഹത്തിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം സമൂഹത്തെ നയിക്കുന്നവർക്കുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമുക്കിപ്പോൾ സ്കൂളുണ്ട്, അഡ്മിഷന് കാശ് മേടിക്കാം, എൻട്രൻസ് പരീക്ഷയ്ക്ക് കാശ് മേടിക്കാം, അപ്പോയിന്റ്മെന്റിന് കാശ് മേടിക്കാം. അപ്പൊ പിന്നെ ഇതെന്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വിഷമബന്ധത്തിൽ സഭ പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം, സമൂഹം പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആർക്കും ആരെയും വേണമെന്ന് ഇപ്പൊ അച്ഛൻ പറഞ്ഞു, മേലധ്യക്ഷന്മാർക്ക് ജനങ്ങളെ വേണമെന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇല്ല, ഇപ്പം വേണമെന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാവരും വേണമെന്നുണ്ടെന്ന് പറയുന്നത് കൈ പറയും. പക്ഷെ ചങ്ക് തൊട്ട് പറയണം അങ്ങനെ ഒരു ഫീൽ ഉണ്ടോന്ന്. ഇതിപ്പോ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ കെയർ ഓഫിൽ കുറെ സ്വാധീനങ്ങളുണ്ട്, സമൂഹത്തിൽ കുറെ വിലയുണ്ട്. ഇതൊക്കെ ഒരു പക്ഷെ ദൈവം എടുത്തു കളയാൻ പോവാണെന്ന് നമ്മൾ കരുതണം. രക്ഷാകര ചരിത്രം പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ദൈവം ഇസ്രായേലിനെ നവീകരിച്ചു. അങ്ങനെ ഇസ്രായേലിന്റെ ജെറൂസലേം ദേവാലയം വരെ ഒന്നും അല്ലാതാക്കി ദൈവം തകർത്ത് കളഞ്ഞിട്ട്. പക്ഷെ അത് ജനത്തെ കളയാനല്ല, ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള തിരിച്ചടികൾക്ക് അങ്ങനെ ഒരു രക്ഷാകര ബാല്യം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുപോലെയുള്ള ചർച്ചയിലല്ലായിരിക്കും നമ്മൾ പറയേണ്ടത്. പക്ഷെ ഞാനിത് പറയുന്നത് മനസ്സിലാക്കുന്ന ഇതാണ്, ഇത് ദൈവം നമ്മളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. കാരണം ഇന്നും ആരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത കുറെ ആൾക്കാരുണ്ട്. പദവികൾ വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി സമരത്തിനൊന്നും പോകുന്നില്ല. കാരണം അത് കർത്താവ് നമ്മളോട് പറഞ്ഞ സംഭവമല്ല, പറഞ്ഞല്ലെന്ന് മനസ്സിലാക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടവരൊക്കെ സൂക്ഷിച്ചു നിർത്തിയിട്ടുണ്ടാകും. ഇപ്പൊ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്ന ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുമ്പോഴത്തേന് ഒരു മോശം ആകണ്ട. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ. അവരെ പിന്നെ ചരിത്രം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ചരിത്രം ഈ നട്ടലില്ലാത്തവർ പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. ചരിത്രമൊക്കെ മാറ്റിയിരുന്ന ഒരു സാഹചര്യം വരും. ഇപ്പം നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓർത്ത് നോക്കി, ഭാരതീയ നവോത്ഥാനം കൊണ്ടുവന്നാരാ? അത് നവോത്ഥാനം കൊണ്ടുവന്ന ക്രൈസ്തവരാ. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയത്തില്ല, എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? അതുപോലെ ഇപ്പം ഈ ഒരു വാസ്തവം പറഞ്ഞാൽ ഒരു മുഗള സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഭാരതത്തെ രക്ഷിച്ചാരാ? ബ്രിട്ടീഷുകാർ വന്നോണ്ടല്ലേ, പോർച്ചുഗീസുകാർ വന്നോണ്ടല്ലേ. അല്ലെങ്കിൽ മുഗള സാമ്രാജ്യം അങ്ങ് ഭരിച്ചോനും. അവിടെ മഹാരാഷ്ട്രയിൽ ഒരു ശിവജി ഉണ്ടായിരുന്നു. ചരിത്രം നമ്മൾ പഠിക്കണം. നമുക്കൊന്ന് സമയപരിമിതി കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ശ്രീ ടി പ്രസാദ്. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ അത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനേ ഉള്ളൂ. സമൂഹം നന്നാകേണ്ടതുണ്ട്, ഞാൻ നന്നാകേണ്ടതുണ്ട്. അല്ല, നമ്മളിപ്പോ സമൂഹം നന്നാകേണ്ടതും ബാക്കിയുള്ളവരെല്ലാം നന്നാകണം എനിക്ക് കുഴപ്പമില്ലെന്നില്ല. സമൂഹം നന്നാകേണ്ടതുണ്ട്. സമൂഹം നന്നാകേണ്ടതെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളവർക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. ആ ശുശ്രൂഷ അവര് വീടും കുടുംബവും ഒന്നുമില്ല ഇറങ്ങിത്തിരിച്ച് അവർക്ക്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളെ ഒരുത്താൻ തല്ലിയോ കൊല്ലുകയോ ചെയ്താൽ നമ്മുടെ കുടുംബം എങ്ങനെയൊന്നുണ്ട്? ഇവർക്ക് അങ്ങനെ പോലും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചവരിൽ നിന്ന് അതുപോലെയുള്ള അത് കർത്താവ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഭാരതസഭ നീങ്ങുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് BJP ഇല്ല, കോൺഗ്രസും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, ആരുമില്ല. കർത്താവ് മാത്രം ഉള്ളെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് അതുകൊണ്ട് ഭയപ്പെടാതെ കാത്തിരിക്കാം. കർത്താവ് വരെ നമ്മളെ രക്ഷിക്കാനാണ്. പ്രതിസന്ധികൾ ഉണ്ടാവും, അതിലൂടെ നമ്മൾ ഊതിക്കാച്ചി പൊന്നു പോലെ വളർന്നു വരികയും ചെയ്യും. മുസ്തഫയെ പോലുള്ള മത തീവ്രവാദികളുടെ ചെയ്തികൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ക്രൈസ്തവ സമുദായം ഉണരട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം ഉളിക്കരോട്ട്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ശ്രീ ടി ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.